ഞാൻ ഋഷി. വലിയ പേരുകേട്ട സംഗീതജ്ഞനൊന്നുമല്ല. ഇനി നാളത്തെ AR റഹ്മാനാകാമെന്ന് വ്യാമോഹമില്ല. പേരുകേട്ടൊരു IT സ്ഥാപനത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കുന്നു. തളച്ചിടപ്പെട്ട 4 ചുമരുകൾക്കുള്ളിൽ നിന്നും ചുറ്റിനും കണ്ണോടിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ തോന്നാറുണ്ട്, ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന്. കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഐ വിൽ സേ യെസ്. പക്ഷേ പ്രോഗ്രാമിങ്ങും ഡീബഗിങ്ങും മാത്രമല്ലല്ലോ ജീവിതം. പരാതികളില്ല, എന്നാലും ആഗ്രഹങ്ങൾ പലതാണ്. സ്വന്തമായൊരു ഇറ്റാലിയൻ മോഡൽ കഫേ, സായാഹ്നങ്ങളിൽ എൻ്റെ ഗിറ്റാറിൻ്റെ സ്വരത്തിനൊപ്പം നൃത്തം ചവിട്ടുന്ന സുന്ദരികൾ. എന്നാൽ ഇറ്റാലിയൻ കഫേയുടെ കാര്യം പറഞ്ഞപ്പോൾ വീട്ടിൽ അച്ഛൻ മറ്റൊരു ഡോൺ വീറ്റോ കോർലിയോണിയായി മാറി. പാവ അമ്മ നിസ്സഹായി. ഒടുവിലൊരു തീരുമാനത്തിലെത്തി, എന്നെ മനസ്സിലാക്കാത്ത വീട്ടുകാരുമായി ഇനി ഒരുമിച്ച് പോകേണ്ട, ഈ ജോലി ഭാരവും എനിക്ക് വേണ്ട. ജീവിതം ഏത് ദിശയിലേക്ക് നയിക്കണമെന്ന് തോന്നിയപ്പോൾ യാദൃശ്ചികമെന്നോണമാണ് ഞാൻ ജീവനെപ്പറ്റി ഓർത്തത്. ജീവനെപ്പറ്റി പറഞ്ഞാൽ ഒരു പാവം ക്രൂരൻ, നിഷ്കളങ്കൻ. ആ വാക്കിന് വേറെ അർത്ഥമാണെങ്കിൽ. സമ്പന്നതയുടെ നടുവിലും ഏകാന്തത അനുഭവിക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും ഈ ലൈഫിൽ, ഈ മെക്കാനിക്കൽ ലൈഫിൽ അവനും വീർപ്പുമുട്ടുകയായിരുന്നു. വീണ്ടും കണ്ടുമുട്ടിയപ്പോഴും ഞങ്ങൾ ചിന്തിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല, ഞങ്ങൾ സംസാരിച്ചതും മറ്റൊന്നും ആയിരുന്നില്ല. ഞങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല. എത്രയോ വട്ടം ഞങ്ങൾ പരസ്പരം ഉരുവിട്ട ചോദ്യം, എന്തേ ഞങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല? എനിക്കതല്ല വിഷമം. അച്ഛൻ കാശ് തരില്ലെന്ന് പറഞ്ഞതോ പോട്ടെ, അമ്മ പോലും സപ്പോർട്ട് ചെയ്തില്ലല്ലോ. ഡാ, അതല്ലടാ, നിന്റെ തലയിലുള്ള ഐഡിയ ഉണ്ടോ? ഡാ, യെസ്, നമുക്ക് മോട്ടിച്ചാലോ? ഒരു ATM തന്നെ കുത്തി തുറന്നാലോ? ചാർലി പറയരുത്, സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോഴാ. അളിയാ നിക്ക് പറയട്ടെ. ഞാനും സീരിയസ് ആയിട്ടാ. ഇവിടെ നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല, നമ്മുടെ പ്രശ്നങ്ങൾ കാണാൻ ആരുമില്ല. പിന്നെ എന്തായാലും എന്താ. പക്ഷെ ഇറ്റാലിയൻ മോഡൽ കഫേ റിയാലിറ്റി ആണോ എങ്കിൽ ഫിനാൻസ് ചെയ്യാൻ ആള് വേണം. അളിയാ, there's a guy, ഹബീബ് സേട്ട്, ഒരു മാർവാടി. നമ്മുടെ ഒരു ദോസ്തുണ്ട്, ഒരു നജീബ്. അവന്റെ ഒരു സെറ്റപ്പാ. ഒന്ന് മുട്ടി നോക്കിയാലോ? അളിയാ, വൈകിട്ടെന്താ പരിപാടി? വൈകിട്ടത്തെ പരിപാടിയോടെ നിൽക്കട്ടെ, ഇപ്പൊ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങണം. ഈ സേട്ടിനെയൊക്കെ കാണാൻ പോകുമ്പോൾ നല്ല ജോഡി ഡ്രസ്, നല്ല അപ്പിയറൻസ്, ഇതൊക്കെ മസ്റ്റല്ലേ? പക്ഷേ ഞങ്ങളുടെ തിരിച്ചറിവിൻ്റെ നിമിഷങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. അവിടെ ഞങ്ങൾ കണ്ടത്, ഇതിന്റെ വില എത്ര ചേട്ടാ? വില എത്ര? ഇതാകുമ്പോ 2500 രൂപ. 2500? ഇല്ല ചേട്ടാ, ലിവൈസിന്റെയാ. ടാഗ് നോക്കിയേ, ലിവൈസ് ആണ്. വിലയൊന്നും നോക്കണ്ട, ചേട്ടൻ പാക്ക് ചെയ്തോ. നീ ഇത് വാങ്ങാൻ പോകണോ? എന്താടാ, എന്തു പറ്റി? അതല്ലടാ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാസത്തെ വീട്ടാവശ്യങ്ങൾ നടന്നു പോയനെ. ചേട്ടാ, അത് പാക്ക് ചെയ്യണ്ട കേട്ടോ. അതെ ചേട്ടാ, ഒരു സിഗരറ്റ്.
ചേട്ടാ ചേട്ടാ പറയട്ടെ ചേട്ടാ പ്ലീസ് ചേട്ടാ രാവിലെ തന്നെ ചേട്ടാ പ്ലീസ് ചേട്ടാ പറയട്ടെ ചേട്ടാ പറയട്ടെ പ്ലീസ് ചേട്ടാ പ്ലീസ് എന്താ പ്രശ്നം? ചേട്ടാ പ്ലീസ് ചേട്ടാ പറയട്ടെ ഇറങ്ങിയേക്കാം. വിശന്നിട്ടാ ചേട്ടാ വിശന്നാലും ഉടനെ കക്കാൻ ഇറങ്ങുമോ? ആ വിശന്നിട്ടൊന്നും പറഞ്ഞില്ല നീ ചേട്ടാ. പോടാ പോടാ. ഓരോരുത്തന്മാർ വരും രാവിലെ തന്നെ. കൊണ്ടുപോയി തിന്നടാ. നീ എന്താടീ കാണിച്ചേ? എടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാ